Sometimes peace is better than being right. ചിലപ്പോൾ സമാധാനമാണ് വലുതെന്ന് തോന്നും ശരിയേക്കാൾ. അതായത് ഭാമ ഇവിടെ വ്യക്തമായി പറയുന്നു താൻ ചെയ്തത് തെറ്റാണ്. ഇവിടെയാണ് ദിലീപ് എന്ന് പറയുന്ന നടന്റെ തനി സ്വഭാവം പുറത്തു വരുന്നത്. ദിലീപ് തന്റെ സമാധാനം കെടുത്തി, ദിലീപ് തന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് താൻ ശരി വേണ്ടെന്ന് വെച്ച് കൂറുമാറി എന്ന് ഭാമ എന്ന് പറയുന്ന ആ പെൺകുട്ടി എന്നോട് പേഴ്സണലി സംസാരിച്ചതാണല്ലോ, ഇത് ഇന്ന ആള് തന്നെയാണ് ചെയ്തത് എന്നിട്ട് കോടതിയിൽ വന്ന് മൊഴി മാറ്റി. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹർദ്ദമായ സ്വാഗതം. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ നിരന്തരം വീഡിയോകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ദിലീപ് തന്നെയാണ് ഈ കുറ്റക്കാരൻ എന്ന് നമ്മൾ വീണ്ടും വീണ്ടും പറയാനുള്ള കാരണം, അതായത് മറന്നുപോയ നാൾ വഴികളിൽ എന്തൊക്കെ സംഭവിച്ചു അതിനെക്കുറിച്ച് നിങ്ങളെ ഇന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ നിരന്തരം പണ്ട് എന്തൊക്കെ സംഭവിച്ചു, എന്തൊക്കെ തിരിമറി നടന്നു, എന്തൊക്കെ മാറ്റിമറിച്ചിട്ടു, എങ്ങനെയൊക്കെയാണ് ഇതിൽ അട്ടിമറി നടന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇന്നലെ ഒരുപാട് പേര് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞതിന് ശേഷം എല്ലാവർക്കും മറന്നു പോകും, ഞാൻ പറയുമ്പോൾ അതങ്ങ് ആർക്കും ഓർക്കില്ല. ഞാൻ ഇന്നലെ ആ ഒരു സംഭവം എടുത്ത് കാണിച്ചു. ഏതാണ്ട് 80-90% പേരും ഈ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അതിൻ്റെ ഒരു പ്രൂഫ് കാണിച്ചതിന് ശേഷം ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്തു. വളരെ വളരെ താങ്ക്സ്. അങ്ങനെ ഇനിയും ചെയ്യാൻ മറന്നു പോയിട്ടുള്ളവരുണ്ടെങ്കിൽ, ഞാൻ പറയുന്നതിനോട് യോജിക്കുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സബ് ചെയ്ത് കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മളെല്ലാവരും മറന്നു പോകുന്ന ഒരാളുണ്ട്. അതായത് ഈ കേസിനെ തന്നെ അട്ടിമറിച്ച ഒരാളുണ്ട്. എന്തുകൊണ്ട് ദിലീപിനെ വെറുതെ വിട്ടു? ദിലീപിനെ വെറുതെ വിടാൻ വേണ്ടിയിട്ട് കാരണക്കാരിയായ ഒരാളുണ്ട്. ഏറ്റവും വലിയൊരു ചതി, സ്വന്തം കൂട്ടുകാരിയോട് ഇത്രയും വലിയൊരു ചതി ചെയ്ത ഒരു കക്ഷിയുണ്ട്. ആ കക്ഷിയാണ് ഭാമ. ഈ ഭാമയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കേസ് അട്ടിമറിക്കാൻ പ്രധാന കാരണം. അതായത് ദിലീപിനെ വെറുതെ വിട്ടല്ലോ, ദിലീപ് കുറ്റക്കാരനല്ല എന്ന് കൊണ്ട് വെറുതെ വിടാനുള്ള പ്രധാന കാരണം എന്തെന്നറിയാമോ? പ്രധാന കാരണം ദിലീപിന് ഈ ഒരു കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോട്ടീവ് ഇരുന്നു എന്നുള്ളതാണ്. അതായത് മോട്ടീവ് ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഈ കേസിന്റെ ആദ്യത്തെ ഏറ്റവും വലിയ അട്ടിമറി. അതായത് കുറെ പേര് 10-28 പേര് മൊഴി മാറ്റിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട എടുത്ത് പറയുകയാണെങ്കിൽ ഭാമയുണ്ട്, ബിന്ദു പണിക്കരുണ്ട്, സിദ്ദിഖുണ്ട്, ഇടവേള ബാബുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ പറയുന്ന ഭാമയുടെ മൊഴിയായിരുന്നു. ഭാമ എന്ന് പറഞ്ഞാൽ ഈ നടിയുടെ അറ്റ ചങ്കായിരുന്നു, ഉറ്റ സുഹൃത്തായിരുന്നു. കൂടെ നിന്ന് ചതിക്കുക എന്ന് പറയുന്നില്ലേ, കൂടെ നിന്നിട്ട് ഈ കട്ടപ്പയെന്നൊന്നും പറഞ്ഞാൽ പോരാ, അതിന്റെ അപ്പുറത്തുള്ളൊരു അപ്പയാണ്, മനസ്സിലായോ? ആ രീതിയിൽ നെഞ്ചിൽ കത്തി കയറ്റിയ സംഭവമാണ് ഈ ഭാമ പറഞ്ഞിരിക്കുന്നത്. ഈ ഭാമയുടെ ഒരൊറ്റ മൊഴിയിൽ നിന്നാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദിലീപ് പുറത്തിറങ്ങിയതിനു ശേഷം ദിലീപിനെതിരായിട്ട് മൊഴി കൊടുത്ത എല്ലാവരെയും സ്വാധീനിച്ച് അങ്ങനെ ഒരു സംഭവം. കാരണം ഒരു കുറ്റകൃത്യം നടക്കണമെങ്കിൽ ചെയ്യണമെങ്കിൽ അതിലൊരു മോട്ടീവ് വേണം, സ്ട്രോങ് ആയിട്ടുള്ളൊരു മോട്ടീവ് വേണം. ആ മോട്ടീവായിരുന്നു ഇവരിവിടെ ആദ്യം ഇല്ലാതാക്കിയത്. അതായത് ഭാമ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: കാവ്യ മാധവനുമായുള്ള ബന്ധം മഞ്ജു വാര്യരെ അറിയിച്ചതിൽ അതിജീവിതയോട് ദിലീപിന് ദേഷ്യമുണ്ടായിരുന്നു. അവൾ എന്റെ കുടുംബം തകർത്തവളാണ്. ആക്രമിക്കപ്പെട്ട നടിയെ ഞാൻ പച്ചയ്ക്ക് കത്തിക്കുമെന്ന് ദിലീപ് പറഞ്ഞു എന്ന് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞ ഭാമ അപ്പോഴേ ഈ പറയുന്ന നടിയുമായിട്ട് ഒറ്റ സുഹൃത്താണ്, മനസ്സിലായോ? മാറ്റി പറഞ്ഞത് ഇങ്ങനെ, ഞാനൊന്നും കണ്ടില്ല, എനിക്കൊന്നും അറിയില്ല എന്നാണ് ഈ പറഞ്ഞ ഭാമ പറഞ്ഞത്. അതുപോലെ ഇടവേള ബാബു പറഞ്ഞത് ഇങ്ങനെയാണ്: പോലീസിന് കൊടുത്തത് ദിലീപ് അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നുണ്ടെന്നും ഉപദ്രവിക്കുന്നുണ്ടെന്നും അതിജീവിത പരാതിപ്പെട്ടു. അമ്മ ജനറൽ സെക്രട്ടറി ആയിരിക്കെ വിഷയത്തിൽ ദിലീപുമായി സംസാരിച്ച് അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടരുതെന്ന് ദിലീപിനോട് ആവശ്യപ്പെട്ടു എന്ന് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞ ഈ ഇടവേള ബാബു നടിയുടെ പരാതിയെക്കുറിച്ച് അറിയില്ല, പോലീസിന് അത്തരത്തിൽ മൊഴി നൽകിയിട്ടില്ല എന്നാണ് ഇത് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? ഇനിയുണ്ട്. ഇനി സിദ്ദിഖ് പറഞ്ഞ പോലീസിന് കൊടുത്ത മൊഴി എങ്ങനെയാണ്? ദിലീപിനെ ആക്രമിക്കപ്പെട്ട നടിയോട് പൂർവ്വവൈരാഗ്യം ഉണ്ടായിരുന്നു. കൊച്ചിയിലെ അമ്മ റിഹേഴ്സൽ ക്യാമ്പിൽ വെച്ച് ദിലീപും ഈ കാര്യം തന്നോട് പറഞ്ഞു. അതായത് പൂർവ്വവൈരാഗ്യം ഉണ്ടായിരുന്നു എന്ന് ഇവിടെ പറയുന്നു. ഈ പറയുന്ന പോലീസ് സ്റ്റേഷനിൽ പറയുന്നു, മാറ്റി പറഞ്ഞു തനിക്ക് ഇതിനെക്കുറിച്ച് ഒരു അറിവുമില്ല എന്ന് മാറ്റി പറഞ്ഞു. ബിന്ദു പണിക്കർ, വെരി ഗുഡ്. ബിന്ദു പണിക്കർ പറഞ്ഞ എങ്ങനെയാണ്? അതിജീവിതയും ദിലീപും തമ്മിലുള്ള പ്രശ്നങ്ങൾ അറിയാമായിരുന്നു. അതിജീവിതയിൽ നിന്നും കാവ്യയിൽ നിന്നുമാണ് ഇക്കാര്യങ്ങൾ അറിഞ്ഞത്. അതിജീവിതയിൽ നിന്നും കാവ്യയിൽ നിന്നും അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അറിയാമെന്ന് പറഞ്ഞു. പിന്നീട് കോടതിയിൽ വന്ന് അങ്ങനെ ഒരു സംഭവമേ എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട മൊഴിമാറ്റമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദിലീപിനെ ഇതിലോട്ട് മാറ്റി വിടാനുള്ള കാരണം, അതായത് വെറുതെ വിടാനുള്ള കാരണം. ഈ പറയുന്ന ഭാമയെക്കുറിച്ച് ഈ ഭാഗ്യലക്ഷ്മി പറഞ്ഞ ഒരു ചെറിയ ബൈറ്റ് ഞാൻ അവിടേക്ക് ഭാമ പറഞ്ഞത് എന്താണെന്നുള്ളത് കേട്ടോ. അങ്ങനെ
എന്തുകൊണ്ട് 21 പേർ എന്നോട് പറഞ്ഞതാണല്ലോ. അതിൽ ഭാമ എന്ന് പറയുന്ന ആ പെൺകുട്ടി എന്നോട് പേഴ്സണലി സംസാരിച്ചതാണല്ലോ. ഇത് ഇന്ന ആള് തന്നെയാണ് ചെയ്തത് എന്നിട്ട് കോടതിയിൽ വന്ന് മൊഴി മാറ്റി. എന്തുകൊണ്ട്, എവിടെയൊക്കെ എന്തൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കെല്ലാം വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഉറച്ച മൊഴി മാറ്റി എന്ന യാഥാർത്ഥ്യമാണ് ഭാഗ്യലക്ഷ്മി കോടതിക്ക് മുമ്പിലുള്ളത്. അതെ, ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് ഈ പോലീസിൽ ഒന്ന് പറഞ്ഞ് കോടതിയിൽ മറ്റൊന്ന് വന്ന് പറയുമ്പോൾ ഞങ്ങളെ പോലുള്ളവർക്ക് സംശയിക്കുക തന്നെ വേണം. കോടതിയുടെ മുമ്പിൽ ഈ പറയുന്ന തെളിവുകൾ നിരത്തി വെക്കുമ്പോൾ കോടതി കണ്ടില്ല എന്ന് നടിക്കുന്നു എന്ന് അതിജീവിത പറഞ്ഞാൽ അല്ലെങ്കിൽ വിക്ടിം പറഞ്ഞാൽ അത് നമുക്ക് മുഖവിലേക്ക് എടുത്തേ പറ്റൂ. ഭാഗ്യലക്ഷ്മി പറഞ്ഞത് കറക്റ്റ് ആണ് അല്ലേ? നമുക്കിത് മുഖവിലേക്ക് എടുത്തേ പറ്റില്ല. അതായത് വരുന്ന ഈ പറയുന്ന മോട്ടീവിനെ തന്നെ അട്ടിമറിക്കാൻ വേണ്ടി അത്രയ്ക്കൊരു അട്ടിമറിയാണ് നടന്നിരിക്കുന്നത്. 10, 20, 28 പേരാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ പറയുന്ന മൊഴി മാറ്റിയിരിക്കുന്നത്. മനസ്സിലായോ? മൊഴി മാറ്റി 28 പേരാണ്. ഇനി അന്ന് ഈ ഭാമ ഇങ്ങനെ ഒരു മൊഴി മാറ്റിയപ്പോൾ ഈ നമ്മുടെ ഈ നടി ഉൾപ്പെടെയുള്ളവർ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ അവരുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഈ പറയുന്ന ഷാജൻ സ്കറിയ പറയുന്ന വാർത്ത ആദ്യം നമുക്കൊന്ന് കേൾക്കാം. ഓക്കെ. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത് ഭാമ എന്ന യുവനടിയുടെ കാലുവാരലാണ്. അതിനെ ചതി എന്നാണ് ആ നടിക്കൊപ്പം നിന്ന സിനിമക്കാർ ഒരുപോലെ പറയുന്നത്. ഭാമ എന്ന നടി ഈ കൂട്ടുകാരികളെ ചതിച്ചുകൊണ്ട് പീഡകർക്കൊപ്പം നിൽക്കുന്നത് ഭയാനകവും സങ്കടകരവുമാണ്. നടി ഭാവന ഇന്നലെ ഇതേക്കുറിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് കൂറുമാറിയവർക്കെല്ലാം എതിരാണെങ്കിലും ഭാമയുടെ ചങ്കിൽ തറച്ചു കൊള്ളേണ്ടതാണ്. മറ്റൊരാൾക്ക് നിങ്ങൾ വരുത്തിയ നാശനഷ്ടം അതേ കാര്യം തന്നെ നിങ്ങൾക്കും സംഭവിക്കുന്നത് വരെ ഒരിക്കലും മനസ്സിലാവുകയില്ല. ഭാമയോട് പറയുന്നു, നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ദുരിതമുണ്ടായാൽ മാത്രമേ നീ ചെയ്ത കുറ്റത്തിന്റെ തീവ്രത നിനക്ക് മനസ്സിലാവൂവെന്ന്. മുതിർന്ന നടിയായ രേവതി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പേരുകൾ എടുത്തു പറയുന്നു. ഭാമയോട് ചോദിക്കുന്നു, സത്യം വേദനിപ്പിക്കും എന്നാൽ ചതിയോ എന്ന്. മൊഴിമാറ്റിയ സ്ത്രീയും ഇരയാണ് എന്ന് രേവതി പറയുന്നത് ഒരുപക്ഷെ വലിയ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനാവാതെ കീഴടങ്ങിപ്പോയ ദുർബലയായ സ്ത്രീത്വത്തെക്കുറിച്ചുള്ള സൂചനയാവാം. നമുക്കൊപ്പം പോരാട്ടത്തിന് നിൽക്കുന്നു എന്ന് കരുതുന്ന ഒരാളും നിറം മാറുന്നു എന്ന് കാണുമ്പോൾ വേദന തോന്നും എന്നാണ് രമ്യ നമ്പീശന്റെ കമന്റ്. ഭാമയോട് എനിക്കും ചോദിക്കാനുള്ളത് ഇത് തന്നെയാണ്. ഉറ്റമിത്രമായ ഒരു കൂട്ടുകാരിയെ ചതിച്ച് സ്വന്തം കരിയർ കെട്ടിപ്പടുത്തത് കൊണ്ട് എന്ത് നേട്ടമാണ് പ്രിയപ്പെട്ട അനിയത്തി നിനക്കുണ്ടായത്? നിന്റെ കൂട്ടുകാരിയായിരുന്നു ഇരയാക്കപ്പെട്ട നടി. നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളായിരുന്നു ഇരയാക്കപ്പെട്ട നടി. അവൾ പീഡനത്തിന് ഇരയായപ്പോൾ നീ അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് സങ്കടപ്പെട്ട് അവളെ പിന്തുണച്ചിരുന്നു. അവൾക്കുണ്ടായ വിധിയെ ഓർത്ത് നീ വിലപിച്ചിരുന്നു. അവളുടെ ഭാവിക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചിരുന്നു, കണ്ണുനീരണിഞ്ഞിരുന്നു. എന്നിട്ടും നിനക്ക് സ്വന്തമായ ഒരു ജീവിതമായപ്പോൾ, വിവാഹിതയായപ്പോൾ, നിന്റെ കരിയർ നിന്റെ മുൻപിൽ തെളിഞ്ഞു നിന്നപ്പോൾ നീ യൂദാസിനെ പോലെ അവളെ ഒറ്റിക്കൊടുത്തു, അവളെ ചതിച്ചു. ആ ഇരയായ നടിയുടെ ഹൃദയത്തിലേക്ക് നീ കുത്തിക്കയറ്റിയത് ഒരു കത്തിയാണ്. അവളുടെ ചങ്കു പിടയ്ക്കുമ്പോൾ വേദന കൊണ്ടല്ല, നേരെ മറിച്ച് ബ്രൂട്ടസെ നീയും എന്ന വിശ്വപ്രസിദ്ധമായ ആ വാചകം മനസ്സിൽ ഉദിക്കുന്നത് കൊണ്ടാണ് കണ്ണീരണിഞ്ഞത്. നാളെ ഒറ്റിക്കൊടുത്ത് വഞ്ചിച്ച് മനസാക്ഷിയെ ഇല്ലാതാക്കിക്കൊണ്ട് നേടിയെടുക്കുന്നതൊന്നും ശാശ്വതമല്ല എന്ന് തിരിച്ചറിയുക. ഒരു സ്ത്രീയുടെ മാനം അതിനേക്കാൾ വലുതായി അവൾക്കൊന്നുമില്ല. അത് തട്ടിപ്പറിച്ചെടുക്കാൻ കൂട്ടുനിന്നവർ ആരാണെങ്കിലും അവർ അധർമ്മികളാണ്. ആ അധർമ്മികൾക്ക് വേണ്ടി ഉറപ്പായ കാര്യം മറച്ചു വയ്ക്കുമ്പോൾ, നിലപാട് തിരുത്തുമ്പോൾ, എന്തു നേടുന്നതിന് വേണ്ടി അത് ചെയ്താലും ആ നേട്ടം നിനക്ക് നൽകുന്നത് സന്തോഷമായിരിക്കില്ല, നിരാശയായിരിക്കും. മറക്കരുത്. ഇത് ഷാജൻ സ്കറിയയുടെ പണ്ടത്തെ വീഡിയോയാണ്. ഇന്ന് ഇതേ ഷാജൻ സ്കറിയയാണ് ഇപ്പോ നമ്മുടെ പേട്ടന് വേണ്ടിയിട്ട് ഘോരഘോരം പ്രസംഗിക്കുന്നത്. ഇത് പണ്ടത്തെ. അപ്പൊ നോക്കണം, അന്ന് ഇവരെന്തൊക്കെ പറഞ്ഞിരുന്നു, ഇന്ന് ആരൊക്കെ മാറിയിട്ടുണ്ട്. ഇതെല്ലാം പണത്തിന്റെ കളികളാണ്. ഇനി ഇങ്ങനെ ഒരു വിഷയം ആരും പ്രതീക്ഷിക്കാതെയാണ് ഭാമ, കൂടെ നിന്ന ചങ്കിനെ പോലെ ആത്മാർത്ഥ സുഹൃത്തായിരുന്ന ഭാമ ചെന്ന് ഇത് ഇമാതിരി ഒരു മൊഴിമാറ്റം നടത്തിയത്. ആ സമയത്ത് ഇവരെല്ലാവരും പറയുന്ന മഞ്ജു വാര്യർ അടക്കമുള്ളവരെല്ലാവരും ഞെട്ടിപ്പോയി. കാരണം എല്ലാവരും അവരെ കുറ്റപ്പെടുത്തി. ഇവള് കമാന്നൊരു അക്ഷരം മിണ്ടിയില്ല. ഭാമ കമാന്നൊരു അക്ഷരം മിണ്ടാതെ പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞെന്ത് ഇത് ഇവിടെ 1-2 കൊല്ലം ഇല്ലായിരുന്നു. പിന്നെ ഒരു കൊച്ചൊക്കെ ആയതിനു ശേഷം വീണ്ടും വന്ന് 1-2 പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിൽ അവൾ പറയാതെ പറഞ്ഞു വെക്കുന്നത്, എന്നെ ഭീഷണിപ്പെടുത്തി, അതായത് ദിലീപ് എന്നെ ഭീഷണിപ്പെടുത്തിയതിനു ശേഷം എനിക്ക് സമാധാനമാണ് വലുത്, സത്യത്തിനേക്കാൾ വലുത് സമാധാനമായിരുന്നു എന്നെനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് വരുന്ന ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചും നമുക്ക് കേൾക്കാം. അതിനെക്കുറിച്ചും ഈ പറയുന്ന മറുനാടൻ തന്നെ വീഡിയിട്ടുണ്ട്, നമുക്ക് കേൾക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഭാമ പോസ്റ്റ് ചെയ്ത വാചകങ്ങളിൽ 2 ഏറെ ശ്രദ്ധേയമാണ്. ഒന്നിങ്ങനെയാണ്, ബി സെലക്റ്റീവ് ഇൻ യുവർ ബാറ്റിൽ, സംടൈംസ് പീസ് ഈസ് ബെറ്റർ ദാൻ
ബീയിങ് റൈറ്റ്. അതായത് നിങ്ങളുടെ യുദ്ധം നിങ്ങൾ തന്ത്രപൂർവ്വം തെരഞ്ഞെടുക്കുക. സമാധാനം കിട്ടുക എന്നതാണ് പലപ്പോഴും ശരിയേക്കാൾ കൂടുതൽ മുൻഗണന നൽകേണ്ടത്. ഇതാണ് അതിലൊന്ന്. ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ബി സെലക്റ്റീവ് ഇൻ യുവർ ബാറ്റിൽ. അതായത് നിങ്ങൾ യുദ്ധം തെരഞ്ഞെടുക്കുന്നത് വളരെ ശ്രദ്ധയോടുകൂടി വേണം എന്ന് ഭാമ പറയുന്നു. എന്ത് യുദ്ധം? ആരോടുള്ള യുദ്ധം? ആരോട് യുദ്ധത്തിനിറങ്ങിയാലും വളരെ ബുദ്ധിപരമായി നിങ്ങൾ അത് തെരഞ്ഞെടുത്തില്ലെങ്കിൽ നിങ്ങൾ തോൽക്കും, നിങ്ങളുടെ ഭാഗം ശരിയാണെങ്കിലും തോൽക്കുമെന്ന് പറയുന്നു. ഇവിടെ ഭാമയും കൂട്ടുകാരികളും യുദ്ധത്തിനിറങ്ങിയത് ദിലീപ് അടങ്ങിയ ശക്തിമാന്മാരോടാണ്. ആ യുദ്ധത്തിൽ പിടിച്ചു നിൽക്കാൻ കെൽപ്പില്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരിയെ ചതിക്കുന്നു എന്ന് ഭാമ തുറന്നു പറയുന്നു. ഭാമയുടെ രണ്ടാമത്തെ വാചകമാണ് അതിനേക്കാൾ അപകടകരം. സംടൈംസ് പീസ് ഈസ് ബെറ്റർ ദാൻ ബീയിങ് റൈറ്റ്. ചിലപ്പോൾ സമാധാനമാണ് വലുതെന്ന് തോന്നും ശരിയേക്കാൾ. അതായത് ഭാമ ഇവിടെ വ്യക്തമായി പറയുന്നു താൻ ചെയ്തത് തെറ്റാണ്, താൻ ചെയ്തത് പൂർണ്ണമായും തെറ്റാണ്. പക്ഷേ തനിക്ക് സമാധാനം വേണ്ടതുകൊണ്ട് താൻ തെറ്റ് ചെയ്യുന്നു. അതായത് ശരി ചെയ്യുന്നതിനേക്കാൾ വലുത് സമാധാനമാണ് എന്ന് ഭാമ തുറന്നു പറയുന്നു. ഇവിടെയാണ് ദിലീപ് എന്ന് പറയുന്ന നടന്റെ തനി സ്വഭാവം പുറത്തു വരുന്നത്. അതായത് സാക്ഷികളെ സ്വാധീനിച്ചു എന്നും ദിലീപിന്റെ മേൽ ഉയർന്നു വരുന്ന ആരോപണത്തെ അടിവരയിടുകയാണ്, ശരിവയ്ക്കുകയാണ് ഭാമ. ഭാമയ്ക്ക് സമാധാനം നഷ്ടപ്പെട്ടു. എന്തുകൊണ്ട്? ശരി ചെയ്തതുകൊണ്ട്. എന്താണ് ശരി? ഇരയാക്കപ്പെട്ട കൂട്ടുകാരിക്കൊപ്പം നിന്നതുകൊണ്ട്. അതുകൊണ്ട് ഇപ്പോൾ വിവാഹ ജീവിതത്തിലേക്ക് കടന്ന ഭാമ ശരി വേണ്ടെന്ന് വയ്ക്കുന്നു സമാധാനത്തിന് വേണ്ടി. അതായത് ദിലീപ് തന്റെ സമാധാനം കെടുത്തി, ദിലീപ് തന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് താൻ ശരി വേണ്ടെന്ന് വെച്ച് കൂറുമാറി എന്ന് തുറന്ന് പ്രഖ്യാപിക്കുന്നു. ഇത് അന്വേഷണ ഏജൻസി പരിശോധിക്കേണ്ടതാണ് ഈ വാചകം. എന്താണ് ശരി, എന്താണ് സമാധാനം, എന്തിനാണ് ശരി വേണ്ടെന്ന് വെച്ചത്, എങ്ങനെയാണ് സമാധാനം കിട്ടിയത്? ഇതിന് പിന്നിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും. ആ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കണം. ഭാമയോടുള്ള ദിലീപിന്റെ സംഭാഷണങ്ങൾ അന്വേഷിക്കണം. ഭാമയോടുള്ള ദിലീപിന്റെ സംഭാഷണങ്ങൾ അന്വേഷിക്കണം. ആരന്വേഷിക്കാൻ? എവിടെ അന്വേഷിക്കാൻ? എന്ത് തെളിവ് കിട്ടാൻ? അതായത് വർഷങ്ങൾക്ക് ശേഷം വന്ന് ചിലപ്പോൾ മേ ബി പറയാൻ പറ്റത്തില്ലേ, ചിലപ്പോൾ ഈ പറഞ്ഞ എല്ലാവരും കൂടി വന്ന് ഈ ദിലീപ് എന്ന് പറയുന്നത് ഈ പറയുന്ന ക്യാഷ് ആയാലും സ്വാധീനമായാലും പലരെ കൊണ്ടൊക്കെ വിളിച്ച് അവൾ അത്രയും സമ്മർദ്ദം ചെലുത്തി അവൾ അങ്ങനെയൊന്നും പറഞ്ഞതായിരിക്കും. പക്ഷേ അവസാനം വർഷങ്ങൾക്ക് ശേഷം വന്ന ഒരു കുറ്റസമ്മതം നടത്തി ചിലപ്പോഴൊക്കെ സത്യത്തിനേക്കാളും വലുതാണ് സമാധാനമെന്ന്. അതുമല്ല, നിങ്ങൾ ഫൈറ്റ് ചെയ്യുമ്പോൾ ആളറിഞ്ഞ് ഫൈറ്റ് ചെയ്യണം. നിങ്ങൾ സത്യത്തിന്റെ കൂടെ ആണെങ്കിൽ കൂടി ആളറിഞ്ഞ് സെലക്റ്റീവായിട്ട് ഫൈറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ തോറ്റുപോകും എന്നുള്ളതാണ്. എന്തൊക്കെ ന്യായങ്ങൾ വിശദീകരിച്ചാലും നിരത്തിയാലും എൻ്റെ പൊന്നു ഭാമയെ, ഇത് നിനക്ക് ഞാൻ ഈ പറയുന്ന നടി പറഞ്ഞതുപോലെ തനിക്ക് വരുമ്പോഴേ തനിക്കിങ്ങനെ ഒരു അനുഭവം സംഭവിച്ച് തൻ്റെ കൂട്ടുകാരൻ ആത്മാർത്ഥ സുഹൃത്ത് അവസാനം നിന്ന് പിന്നിന്ന് കുത്തുമ്പോഴല്ലേ, അവസാനം എന്നെ തള്ളി പറയുമ്പോൾ നീയാണ് തെറ്റുകാരി, അങ്ങനെ ഒരു സംഭവം നീയാണ് കള്ളി എന്ന് നിന്റെ മുഖത്ത് നോക്കി പറയുമ്പോൾ അപ്പോഴേ ആ വിഷമം മനസ്സിലാവുള്ളൂ. അപ്പോഴൊന്നും വന്ന് ഈ പറയുന്ന ഇങ്ങനെയുള്ള ഡയലോഗ് അടിച്ചാലൊന്നും നിനക്ക് ദഹിക്കത്തില്ല. എന്തൊക്കെ ന്യായം പറഞ്ഞാലും കൂടെ നിന്ന് ചതിച്ചിരിക്കുകയാണ് നീ. നിന്റെ ഈ ഒരൊറ്റ മൊഴിമാറ്റലില്ലേ, അതിലാണ് ഈ കേസ് നിന്നെ തകിടം പറഞ്ഞത്. കാരണം മോട്ടീവ് ഇല്ലാതെ എങ്ങനെയാണ് ഒരു കുറ്റം തെളിയിക്കുന്നത്? ആദ്യം നമുക്ക് വേണ്ടത് മോട്ടീവാണ്. എന്ത് മോട്ടീവാണുള്ളത്? ഇപ്പൊ എല്ലാവരും കൂടി ഒരേ സ്വരത്തിൽ പറയുന്നു. ഈ പറയുന്ന സാജൻ സ്കറിയ വരെ അന്ന് ഘോരഘോരം പ്രസംഗിച്ചതാണ്. ഇപ്പോൾ എല്ലാവരും പണം വാങ്ങി എല്ലാവരും പറയുന്നു ഈ പറയുന്ന കാവ്യക്കോ അല്ലെങ്കിൽ ദിലീപിനോ ഈ മഞ്ജുവാനൊക്കെ അങ്ങനെ ഒരു വിഷയമേ ഇല്ലായിരുന്നു. പിന്നെ ദിലീപും കാവ്യവാദിവനുമായിട്ട് പിന്നെ അടുപ്പത്തിലായിരുന്നു, അവർ തമ്മിൽ അവിഹിതം ഉണ്ടായിരുന്നു എന്നൊരു സംശയമോ അങ്ങനെ ഒരു പ്രശ്നമോ ആർക്കില്ലായിരുന്നു. ഈ പറയുന്ന പിന്നീട് ഈ നടിക്കും ഇല്ലായിരുന്നു, മഞ്ജു വാര്യർക്കും ഇല്ലായിരുന്നു. അങ്ങനെ ഒരു വിഷയമേ അവിടെ ഇല്ലായിരുന്നു. നമ്മുടെ വിവാഹബന്ധം വേർപ്പെടാൻ കാരണം അതൊന്നുമല്ല എന്ന പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞത് കോടതി വരെ അംഗീകരിച്ചിടേ. ഇതാണ് പണത്തിന്റെ ഹുങ്ക്, ഇതാണ് പണത്തിന്റെ കഴിവ്, മനസ്സിലായോ? ഇതാണ് പവർ. അപ്പൊ നമ്മളെല്ലാരെയും മണ്ടന്മാരാക്കിക്കൊണ്ട് ഇതിനൊക്കെ കൂട്ടുനിന്നത്, ഇതിനൊക്കെ ചുക്കാൻ പിടിച്ചത് തന്റെ ആത്മാർത്ഥ സുഹൃത്തായ ഭാമ എന്ന് കേൾക്കുമ്പോൾ ആ ചങ്ക് എന്തുമാത്രം പിടഞ്ഞിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കൂടെ നിന്ന കൂട്ടുകാരിയാണ്, മനസ്സിലായി? ഇത്ര നേരം എന്റെ ചങ്കിനെ പോലെ അന്ന് ഈ സംഭവിച്ചപ്പോൾ തന്നെ കെട്ടിപ്പിടിച്ച് ഏങ്ങലടിച്ച് കരഞ്ഞ വ്യക്തിയാണ്. ഈ പറയുന്ന നമ്മുടെ ഭാഗ്യലക്ഷ്മിയോട് പറഞ്ഞു, എനിക്കറിയാൻ അവൻ തന്നെയാണ് ഇത് ചെയ്തത്, അവളെ പച്ചയ്ക്ക് കത്തിക്കും എന്നവൻ എൻ്റെ ഫ്രണ്ടിൽ നോക്കി പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞ ഭാമ അവസാനം കോടതിയിൽ വന്നപ്പോൾ അങ്ങനെ ഒരു സംഭവമേ ഞാൻ അറിഞ്ഞിട്ടില്ല, അങ്ങനെ അവർ തമ്മിൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടായത് എനിക്ക് അറിയത്തില്ല. വളരെ വെൽ പ്ലാൻഡ് ആയിട്ടാണ് ഇത് കളിച്ചത്, മനസ്സിലായി? വെൽ പ്ലാൻഡ് ആയിട്ട് അവൻ വന്നതിന് ശേഷം ആരൊക്കെ ഈ മോട്ടീവിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെ മൊഴി നൽകി, അവരെല്ലാം ഈ പറഞ്ഞ കാവ്യ മാധവൻ വരെ പറയും നമ്മൾ അങ്ങനെ ഒരു വിഷയം ഉണ്ട്. അതായത് കാവ്യ മാധവൻ പോലീസിൽ കൊടുത്ത മൊഴി എന്തെന്നറിയാമോ? അതായത് ഞാനും ദിലീപുമായിട്ട് നിൽക്കുന്ന ഒരു
ഒരു ഫോട്ടോ എടുത്ത് ഈ പറയുന്ന നടി എന്ത് ചെയ്തു, നമ്മുടെ മഞ്ജു വാര്യർ കഴിച്ചു കൊടുത്തു എന്ന് കാവ്യ മാധവൻ പറഞ്ഞു. അപ്പൊ ഈ നമ്മുടെ ഇവൻ ഉണ്ടല്ലോ രാഹുൽ ഈശ്വർ എന്തുകൊണ്ട് കാവ്യ സ്വന്തം ഭർത്താവിനെതിരായിട്ട് നിൽക്കൂ? അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതെന്ന് പറഞ്ഞ ഒരു പരസ്യമായ രഹസ്യമാണ്. എല്ലാവർക്കും A to Z എല്ലാവർക്കും അറിയാം. ആ സമയത്ത് കാവ്യ വിളിച്ചപ്പോൾ കാവ്യ പറഞ്ഞു ശരിയാണ്, അങ്ങനെ ഒരു ചെറിയ വിഷയം ഉണ്ടായിരുന്നു. പിന്നീടാണ് ഈ പറയുന്ന വക്കീൽ പറയുന്നത് നിങ്ങൾ അത് പറയാനേ പാടില്ല, അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ സമ്മതിച്ചു കഴിഞ്ഞാൽ അത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു മോട്ടീവായിട്ട് വരും, അതുകൊണ്ട് നിങ്ങൾ മാറ്റി പറയണം എന്ന് പറഞ്ഞപ്പോഴാണ് ഈ കാവ്യ മാധവൻ ഉൾപ്പെടെയുള്ളവർ അത് തിരുത്തി പറഞ്ഞത്. അത് സിദ്ദിഖായിക്കോട്ടെ, കാവ്യ മാധവനായിക്കോട്ടെ, ഒടുവിൽ ഈ പറയുന്ന എല്ലാവരും ആയിക്കോട്ടെ, അന്ന് അവർക്ക് ഇത് മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് പരസ്യമായ രഹസ്യമാണ്, പരസ്യമായിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവർ തമ്മിലുള്ള ബന്ധം കൊച്ചുകുട്ടി അവിടെ തൂക്കാൻ വരുന്നവർക്ക് വരെ ഇവർ തമ്മിലുള്ള ബന്ധം അഭിഹിതം അറിയാവുന്നതാണ്. ഇതിനെ മറച്ചു വെച്ചിട്ട് കാര്യമില്ല, ആരായത് ഉള്ളത് അങ്ങ് പറയാന്നുള്ള രീതിയിൽ അവർ അന്ന് പറഞ്ഞു. പിന്നീട് രാമൻപിള്ള വന്നപ്പോഴാണ് പറഞ്ഞത് നിങ്ങളത് പറയുന്നതാണ് വലിയ തെറ്റ്, ആദ്യം നിങ്ങൾക്ക് വെട്ടാണ് ഇതാണ്. എല്ലാവരെയും കൊണ്ടും ആരൊക്കെ ഈ മൊഴി കൊടുത്തിട്ടുണ്ട്, കുറച്ചുപേര് ചങ്ക് പുറപ്പെടുന്നു, ബാക്കി എല്ലാവരെയും അത് മാറ്റി, അത് കോടതി അംഗീകരിച്ചു. നിങ്ങൾക്ക് മനസ്സിലാക്കുക, ഈ പറയുന്ന ദിലീപും കാവ്യയും തമ്മിൽ ഒരു ബന്ധവും ഒരു അവിഹിതവും ഇല്ലായിരുന്നു, നിഷ്കളങ്കരായിരുന്നു, വെറുതെ ഗോസിപ്പുകൾ മാത്രമാണ് നമ്മൾ കേട്ടത്. അങ്ങനെ അവരൊക്കെ പരിശുദ്ധമായിരുന്നു, അവർ സഹോദര കൂട്ടുകാരായിരുന്നു. പിന്നെ ആ പെൺകൊച്ചിനെ ആൾക്കാർ പറഞ്ഞു ഇങ്ങനെ നാട്ടിക്കുന്നു എന്ന് കരുതി ഇങ്ങനെ കെട്ടിയെന്നേ ഉള്ളൂ. ഇതൊക്കെ വിശ്വസിച്ച് നമ്മൾ ഇരിക്കണം. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യപ്പെടും. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.